ഓരോ ഇന്ത്യക്കാരന്റെയും ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങൾക്ക് മധുരം പകർന്ന ഒരു പേരുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ കാഡ്ബറി എന്നായിരിക്കും. രക്ഷാബന്ധൻ ദിനത്തിൽ സഹോദരിയുടെ സ്നേഹമായും, ദീപാവലിക്ക് ബന്ധുക്കൾക്കുള്ള സമ്മാനമായും, പരീക്ഷാ വിജയത്തിന്റെ ആഘോഷമായും, പ്രണയം തുറന്നു പറയുമ്പോഴുള്ള ധൈര്യമായും, എന്തിന് ചെറിയ ചെറിയ സന്തോഷങ്ങൾക്ക് പോലും കുച്ച് മീഠാ ഹോജായെ എന്ന് പറഞ്ഞ് നാം നെഞ്ചോട് ചേർത്ത ബ്രാൻഡാണിത്. പതിറ്റാണ്ടുകളായി ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമായി മാറിയ കാഡ്ബറി കേവലം ഒരു ചോക്ലേറ്റ് ബ്രാൻഡ് എന്നതിലുപരി നമ്മുടെയെല്ലാം ഓർമ്മകളുടെയും വൈകാരിക ബന്ധങ്ങളുടെയും ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ആ വിശ്വാസത്തിന്റെ അടിത്തറ ഇളകിയപ്പോൾ ആഘാതം വളരെ വലുതായിരുന്നു. 2003 രാജ്യത്തെ പിടിച്ചു കുലുക്കിയ പുഴുവുള്ള ചോക്ലേറ്റ് വിവാദം കാഡ്ബറിയുടെ ശോഭനമായ ചരിത്രത്തിലെ ഏറ്റവും വലിയ കറുത്ത അധ്യായമായിരുന്നു. തകരാൻ പോകുന്ന ഒരു സാമ്രാജ്യത്തെക്കുറിച്ചുള്ള വാർത്തകൾ പരന്നു. എന്നാൽ ആഴമേറിയ പ്രതിസന്ധിയുടെ പടുകുഴിയിൽ നിന്ന് ഉപഭോക്താക്കളുടെ വിശ്വാസം പൂർവാധികം ശക്തിയോടെ തിരിച്ചുപിടിച്ച് വിപണിയിൽ അതിശക്തമായി തിരിച്ചുവന്ന കാഡ്ബറിയുടെ കഥ കോർപ്പറേറ്റ് ലോകത്തെയും പൊതുജനങ്ങളെയും ഒരുപോലെ അതിശയിപ്പിക്കുന്ന ഒന്നാണ്. ഇതൊരു വിജയഗാഥ മാത്രമല്ല, പ്രതിസന്ധികളെ എങ്ങനെ അവസരങ്ങളാക്കി മാറ്റാം എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണം കൂടിയാണ്. ഈ വീഡിയോയിൽ കാഡ്ബറി ഇന്ത്യയെ പിടിച്ചുലച്ച ആ വിവാദങ്ങളെക്കുറിച്ചും ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ആ അവിശ്വസനീയമായ തിരിച്ചുവരവിനെക്കുറിച്ചും നമുക്ക് വിശദമായി പരിശോധിക്കാം. നമസ്കാരം, ഞാൻ രഞ്ജിത്ത് കൃഷ്ണൻ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2003 ഒക്ടോബർ മാസം ദീപാവലി ആഘോഷങ്ങൾക്ക് രാജ്യം ഒരുങ്ങുന്ന വേളയിലാണ് ആ വാർത്ത ആദ്യമായി പുറത്തു വന്നത്. മഹാരാഷ്ട്രയിലെ മുംബൈ, താനെ, പൂനെ തുടങ്ങിയ നഗരങ്ങളിലെ ഉപഭോക്താക്കൾ തങ്ങൾ വാങ്ങിയ കാഡ്ബറി ഡയറി മിൽക്ക് ചോക്ലേറ്റുകളിൽ ജീവനുള്ള പുഴുക്കളെ കണ്ടെത്തിയതായി പരാതിപ്പെട്ടു. തുടക്കത്തിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളായി കരുതിയെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മഹാരാഷ്ട്രയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തുടർന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും സമാനമായ പരാതികൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. മാധ്യമങ്ങൾ ഈ വാർത്ത ഏറ്റെടുത്തു. പുഴുവുള്ള ചോക്ലേറ്റ് ബാറുകളുടെ ഞെട്ടിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും ടെലിവിഷൻ ചാനലുകളിൽ ബ്രേക്കിംഗ് ന്യൂസായി. പത്രങ്ങളുടെ ഒന്നാം പേജിൽ കാഡ്ബറിയിലെ പുഴുക്കൾ, വിശ്വാസവഞ്ചന തുടങ്ങിയ തലക്കെട്ടുകൾ നിറഞ്ഞു. ഇത് ഉപഭോക്താക്കൾക്കിടയിൽ സൃഷ്ടിച്ച ഞെട്ടലും ഭീതിയും ചെറുതായിരുന്നില്ല. തങ്ങളുടെ കുട്ടികൾക്ക് ഏറ്റവും സുരക്ഷിതമെന്ന് കരുതി വാങ്ങിക്കൊടുത്തിരുന്ന ഒരു ഉൽപ്പന്നത്തിലാണ് ഈ വീഴ്ച സംഭവിച്ചത് എന്നത് മാതാപിതാക്കളെ ഏറെ ആശങ്കയിലാഴ്ത്തി. കടയുടമകൾ സ്വമേധയാ കാഡ്ബറി ഉൽപ്പന്നങ്ങൾ സ്റ്റോക്കുകളിൽ നിന്ന് പിൻവലിക്കാൻ തുടങ്ങി. ഉപഭോക്താക്കൾ കാഡ്ബറിയെ പൂർണ്ണമായി ബഹിഷ്കരിച്ചു. വിൽപ്പന കുത്തനെ ഇടിഞ്ഞു. റിപ്പോർട്ടുകൾ പ്രകാരം വിവാദം കത്തിപ്പടർന്ന ആ ആഴ്ചകളിൽ കാഡ്ബറിയുടെ വിൽപ്പനയിൽ 30 മുതൽ 40% വരെ ഇടിവുണ്ടായി. കമ്പനിയുടെ ഓഹരി വിപണിയിലെ വിലയും ഇടിഞ്ഞു. വിഷയം ഗുരുതരമായതോടെ മഹാരാഷ്ട്ര ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഉടനടി നടപടികൾ ആരംഭിച്ചു. അവർ കാഡ്ബറിയുടെ പൂനെയിലെ നിർമ്മാണശാലയിൽ റെയ്ഡ് നടത്തുകയും ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളും പാക്ക് ചെയ്ത ചോക്ലേറ്റുകളും ഉൾപ്പെടെ ആയിരക്കണക്കിന് സാമ്പിളുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു. തുടക്കത്തിൽ കാഡ്ബറിയുടെ പ്രതികരണം അല്പം പ്രതിരോധത്തിലൂന്നിയതായിരുന്നു. തങ്ങളുടെ നിർമ്മാണ പ്രക്രിയ ലോകോത്തര നിലവാരത്തിലുള്ളതാണെന്നും സംഭരണത്തിലോ വിതരണത്തിലോ സംഭവിച്ച പാളിച്ചകളാകാം ഇതിന് കാരണമെന്നും അവർ വാദിച്ചു. എന്നാൽ ഈ വാദം പൊതുജനങ്ങളെയും അധികാരികളെയും തൃപ്തിപ്പെടുത്തിയില്ല. തങ്ങളുടെ ഉത്തരവാദിത്തം റീറ്റെയിൽമാരുടെ തലയിൽ കെട്ടിവെക്കാൻ കമ്പനി ശ്രമിക്കുന്നു എന്ന വിമർശനം വ്യാപകമായി ഉയർന്നു. പതിറ്റാണ്ടുകളായി പടുത്തുയർത്തിയ വിശ്വാസത്തിന്റെ കോട്ടയ്ക്ക് വലിയ വിള്ളൽ വീണിരിക്കുന്നു എന്ന് കാഡ്ബറി തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അത്. തകർച്ചയുടെ വക്കിൽ നിന്ന് കാഡ്ബറി ഇന്ത്യ ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേറ്റത് വളരെ ആസൂത്രിതവും ബഹുമുഖവുമായ ഒരു സ്ട്രാറ്റജിയിലൂടെയാണ്. പ്രോജക്ട് വിശ്വാസ് എന്ന് ഇന്റേണലി പേരിട്ട ഈ തിരിച്ചുവരവിന്റെ തന്ത്രം പല ഘട്ടങ്ങളായിട്ടാണ് അവർ നടപ്പിലാക്കിയത്. പ്രതിരോധം ഫലം കാണില്ലെന്ന് മനസ്സിലാക്കിയ കാഡ്ബറി തങ്ങളുടെ തന്ത്രം പൂർണ്ണമായി മാറ്റി. കമ്പനിയുടെ അന്നത്തെ മാനേജിംഗ് ഡയറക്ടർ ഭരത് പുരി നേരിട്ട് മാധ്യമങ്ങളെ കണ്ടു. അദ്ദേഹം പ്രശ്നം പൂർണ്ണമായി അംഗീകരിക്കുകയും ഉപഭോക്താക്കൾക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ആത്മാർത്ഥമായി ക്ഷമാപണം നടത്തുകയും ചെയ്തു. ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വത്ത് ഉപഭോക്താക്കളുടെ വിശ്വാസമാണ്. അതിനാണ് കോട്ടം തട്ടിയിരിക്കുന്നത്. അത് തിരിച്ചു പിടിക്കാൻ ഞങ്ങൾ ഏതറ്റം വരെയും പോകും എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ കമ്പനിയുടെ മനോഭാവത്തിലെ മാറ്റം വ്യക്തമാക്കുന്നതായിരുന്നു. അവർ മാധ്യമങ്ങളുമായി നിരന്തരം സമ്പർക്കം പുലർത്തുകയും തങ്ങൾ എടുക്കാൻ പോകുന്ന നടപടികളെക്കുറിച്ച് സുതാര്യമായി വിശദീകരിക്കുകയും ചെയ്തു. പുറത്തുനിന്നുള്ള ഈർപ്പവും പ്രാണികളും കടക്കാത്ത രീതിയിൽ പാക്കേജിംഗ് മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു അടുത്ത പ്രധാന വെല്ലുവിളി. ഇതിനായി കാഡ്ബറി ഏകദേശം 25 കോടി രൂപയുടെ നിക്ഷേപം നടത്തി. അതുവരെ ഉപയോഗിച്ചിരുന്ന ഒറ്റ അലൂമിനിയം ഫോയിൽ പാക്കിങ്ങിന് പകരം ചോക്ലേറ്റ് ബാർ ആദ്യം ഫോയിലിൽ പൊതിഞ്ഞ ശേഷം പിന്നീട് ഉയർന്ന നിലവാരമുള്ള പ്ലാസ്റ്റിക് കവറിൽ പൂർണ്ണമായി സീൽ ചെയ്യുന്ന ഡബിൾ പാക്കേജിംഗ് രീതി അവതരിപ്പിച്ചു. പ്യൂരിറ്റി സീൽഡ് എന്ന് പേരിട്ട ഈ പുതിയ പാക്കേജിംഗ് ഉൽപ്പന്നം ഫാക്ടറിയിൽ നിന്ന് ഉപഭോക്താവിന്റെ കയ്യിൽ എത്തുന്നതുവരെ 100% സുരക്ഷിതമായിരിക്കുമെന്ന് ഉറപ്പ് നൽകി. ഈ മാറ്റം കേവലം സാങ്കേതികം മാത്രമായിരുന്നില്ല,
മറിച്ച് തങ്ങളുടെ ഉപഭോക്താക്കളുടെ ആരോഗ്യത്തിന് കമ്പനി നൽകുന്ന പ്രാധാന്യത്തിന്റെ പ്രഖ്യാപനം കൂടിയായിരുന്നു. പാക്കേജിംഗ് മാറിയതുകൊണ്ട് മാത്രം നഷ്ടപ്പെട്ട വിശ്വാസം തിരിച്ചു വരില്ലെന്ന് കാഡ്ബറിക്ക് അറിയാമായിരുന്നു. ഉപഭോക്താക്കളുടെ മനസ്സിൽ നിന്ന് ഭയം തുടച്ചു നീക്കി വിശ്വാസം പുനഃസ്ഥാപിക്കാൻ ശക്തമായ ഒരു വൈകാരിക ഇടപെടൽ ആവശ്യമായിരുന്നു. അവിടെയാണ് ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസവും രാജ്യത്തെ ഏറ്റവും വിശ്വസ്ത മുഖവുമായ അമിതാഭ് ബച്ചന്റെ വരവ്. ഒഗിൽവി ആൻഡ് മേത്തർ എന്ന പ്രശസ്ത പരസ്യ ഏജൻസിയുമായി ചേർന്ന് കാഡ്ബറി വിശ്വാസ് എന്ന പേരിൽ ഒരു പുതിയ പരസ്യ പരമ്പരയ്ക്ക് രൂപം നൽകി. ഈ പരസ്യങ്ങൾ വളരെ ലളിതവും എന്നാൽ ശക്തവുമായിരുന്നു. ഒരു പരസ്യത്തിൽ ഒരു പത്രപ്രവർത്തക അമിതാഭ് ബച്ചനോട് കാഡ്ബറി വിവാദത്തെക്കുറിച്ച് ചോദിക്കുന്നു. അതിന് മറുപടിയായി ബച്ചൻ താൻ വ്യക്തിപരമായി കാഡ്ബറിയുടെ ഫാക്ടറി സന്ദർശിച്ചെന്നും അവിടുത്തെ ശുചിത്വവും പുതിയ പ്യൂരിറ്റി സീൽഡ് പാക്കേജിംഗും നേരിൽ കണ്ട് ബോധ്യപ്പെട്ടെന്നും പറയുന്നു. എനിക്കിപ്പോൾ പൂർണ്ണ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ഡയറി മിൽക്ക് കഴിക്കുന്ന രംഗം ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. ബച്ചന്റെ താരപരിവേഷമായിരുന്നില്ല ഇവിടെ പ്രധാനം, മറിച്ച് അദ്ദേഹത്തിന്റെ വിശ്വാസ്യതയായിരുന്നു. രാജ്യത്തെ ഒരു കാരണവരെ പോലെ ജനങ്ങൾ ബഹുമാനിക്കുന്ന ഒരാൾ ഒരു ഉൽപ്പന്നത്തിന് വേണ്ടി ഉറപ്പ് നൽകുമ്പോൾ അതിന് വലിയ വിലയുണ്ടായിരുന്നു. ഇന്ന് എന്റെ പേരക്കുട്ടിക്ക് പോലും ഞാൻ ധൈര്യമായി കാഡ്ബറി വാങ്ങിക്കൊടുക്കും എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ സാധാരണക്കാരായ മാതാപിതാക്കളുടെ ആശങ്കകളെ ഇല്ലാതാക്കാൻ പോന്നതായിരുന്നു. ഈ ക്യാമ്പയിൻ കാഡ്ബറിയുടെ തിരിച്ചുവരവിലെ ഏറ്റവും നിർണായകമായ ചുവടുവെപ്പായി മാറി. കാഡ്ബറിയുടെ ചിട്ടയായ പ്രവർത്തനങ്ങൾ അത്ഭുതകരമായ ഫലമാണ് നൽകിയത്. വിശ്വാസ് ക്യാമ്പയിൻ തുടങ്ങി വെറും 8 മാസത്തിനുള്ളിൽ കാഡ്ബറി വിപണിയിൽ പൂർണ്ണമായി തിരിച്ചെത്തി. വിൽപ്പന വിവാദത്തിന് മുൻപുള്ള അവസ്ഥയിലേക്ക് മടങ്ങിയെത്തുക മാത്രമല്ല, അതിവേഗം വളരാനും തുടങ്ങി. ഈ പ്രതിസന്ധിയിൽ നിന്ന് കാഡ്ബറി ഒരു പ്രധാന പാഠം പഠിച്ചു. ഇന്ത്യൻ വിപണിയിൽ നിലനിൽക്കാൻ ഉൽപ്പന്നം മാത്രം പോരാ, വൈകാരികമായ ഒരു ബന്ധം കൂടി വേണം. ഈ തിരിച്ചറിവിൽ നിന്നാണ് കാഡ്ബറിയുടെ എക്കാലത്തെയും മികച്ച മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളിലൊന്ന് പിറവിയെടുക്കുന്നത്. വിവാദം കെട്ടടങ്ങിയ ശേഷം കാഡ്ബറി തങ്ങളുടെ മാർക്കറ്റിംഗ് ഫോക്കസ് മാറ്റി. ചോക്ലേറ്റ് എന്നത് കുട്ടികൾക്കുള്ള ഒരു പലഹാരം എന്ന നിലയിൽ നിന്ന് മുതിർന്നവരുടെ ജീവിതത്തിലെ സന്തോഷത്തിന്റെ പ്രതീകമാക്കി അവർ മാറ്റി. കുച്ച് മീഠ ഹോ ജായേ എന്ന ടാഗ്ലൈൻ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചു. ശമ്പളം കിട്ടുന്നത് മുതൽ സുഹൃത്തുക്കളെ കാണുന്നതുവരെ ജീവിതത്തിലെ ഏതൊരു ചെറിയ സന്തോഷ നിമിഷത്തെയും ആഘോഷിക്കാൻ ഒരു കാഡ്ബറി എന്ന ആശയം അവർ ജനങ്ങളിലേക്ക് എത്തിച്ചു. മാറുന്ന ഉപഭോക്തൃ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കുന്നതിലും കാഡ്ബറി ശ്രദ്ധിച്ചു. 2010 അവർ കാഡ്ബറി സിൽക്ക് വിപണിയിലിറക്കി. സാധാരണ ഡയറി മിൽക്കിനേക്കാൾ വില കൂടിയ കൂടുതൽ ക്രീമിയായ സിൽക്ക് പ്രീമിയം ചോക്ലേറ്റ് വിപണിയിൽ തരംഗം സൃഷ്ടിച്ചു. യുവാക്കളെയും നഗരങ്ങളിലെ ഉപഭോക്താക്കളെയും ലക്ഷ്യമിട്ടുള്ള ഈ നീക്കം വൻ വിജയമായി. ബോൺവിൽ എന്ന ഡാർക്ക് ചോക്ലേറ്റ് ശ്രേണിയിലൂടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുന്നവരെയും അവർ ആകർഷിച്ചു. കാഡ്ബറിയുടെ ഈ വിജയം മാനേജ്മെന്റ് സ്കൂളുകളിലും കോർപ്പറേറ്റ് ലോകത്തും ഇന്നും ഒരു കേസ് സ്റ്റഡിയാണ്. അവരുടെ വിജയത്തിന് പിന്നിലെ പ്രധാന ഘടകങ്ങൾ എടുത്തു പറയേണ്ടതാണ്. പ്രതിസന്ധിയിൽ പതറാതെ മുന്നിൽ നിന്ന് നയിക്കാനും തെറ്റ് അംഗീകരിക്കാനും തയ്യാറായ നേതൃത്വം, ഉപഭോക്താവിന്റെ വിശ്വാസമാണ് ഏറ്റവും വലിയ മുതൽ എന്ന് തിരിച്ചറിഞ്ഞു പ്രവർത്തിച്ചു. കേവലം പരസ്യങ്ങൾ കൊണ്ട് മുഖം രക്ഷിക്കാതെ പാക്കേജിംഗ് എന്ന അടിസ്ഥാന പ്രശ്നം പരിഹരിക്കാൻ ഭീമമായ തുക നിക്ഷേപിച്ചു. ശരിയായ സന്ദേശം ശരിയായ ആളിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചു. ഉൽപ്പന്നത്തെ ഇന്ത്യക്കാരുടെ സംസ്കാരവും ആഘോഷങ്ങളുമായും വീണ്ടും ബന്ധിപ്പിച്ച് വൈകാരികമായ അടുപ്പം ഊട്ടിയുറപ്പിച്ചു. 2003 ആ കറുത്ത ദിനങ്ങളിൽ കാഡ്ബറി എന്ന ബ്രാൻഡ് ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുമെന്ന് പലരും കരുതി. എന്നാൽ വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റിയ അവരുടെ നിശ്ചയദാർഢ്യവും തന്ത്രപരമായ മികവും ചരിത്രത്തിലെ ഏറ്റവും മികച്ച തിരിച്ചുവരവുകളിൽ ഒന്നിനാണ് വഴിയൊരുക്കിയത്. പുഴുക്കൾ വീണ അതേ മണ്ണിൽ നിന്ന് വിശ്വാസത്തിന്റെ പുതിയ പൂക്കൾ വിരിയിക്കാൻ അവർക്ക് കഴിഞ്ഞു. കാഡ്ബറി വിറ്റത് ചോക്ലേറ്റ് മാത്രമല്ല, ഉറപ്പായിരുന്നു, വിശ്വാസമായിരുന്നു. ഇന്ത്യക്കാരുടെ ഹൃദയത്തിൽ തങ്ങൾക്കുള്ള സ്ഥാനത്തിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ലെന്ന ഉറപ്പ്. ആ മധുരമൂറുന്ന ഉറപ്പാണ് ഇന്നും ഓരോ ആഘോഷവേളയിലും ഒരു ഡയറി മിൽക്ക് ഒട്ടിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.